ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് ഫസ്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും നോക്കാം. വീഡിയോയിലേക്ക് പോകാം. 27 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ആൻസർ ഓപ്ഷൻ സി, നവംബർ 26, 1949, ജനുവരി 26, 1950. അപ്പോൾ ഇനി ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13 എന്ത് അവതരിപ്പിച്ചത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് 1947 ജനുവരി 22. ജനങ്ങളുടെ അഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1948 ജനുവരിയിലാണ്. അപ്പോൾ 1948 ജനുവരിയിൽ എന്താണ് പ്രസിദ്ധീകരിച്ചത്? ജനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് വേണ്ടി ഭരണഘടനയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചു. ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26. ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയതെന്നാണ് 1949 നവംബർ 26. അപ്പോൾ ഈ ഡേറ്റും കൂടെ നോക്കി വെച്ചേക്കുക. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എന്നാണ്? 1947 ജൂലൈ 4. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1947 ജൂലൈ 5. 1947 ജൂലൈ 5. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് രാജ്ഞിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 1947 ജൂലൈ 18. 1947 ജൂലൈ 18 എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ അംഗീകാരം ലഭിച്ചത്. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15. അപ്പോൾ 1947 ജൂലൈ 4 എന്താണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി. 1947 ജൂലൈ 5 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ അംഗീകാരം ലഭിച്ചത് 1947 ജൂലൈ 18. 1947 ജൂലൈ 18. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ ഈ ഡേറ്റും കൂടെ ഓർത്തു വച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 29 ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. ആൻസർ ഓപ്ഷൻ സി, 42ാം ഭേദഗതി. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിപുലമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തിയതിനാലാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് 42ാം ഭേദഗതി വിളിക്കപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന് 42ാം ഭേദഗതിയെ വിളിക്കുന്നത്? വിപുലമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തിയത് കൊണ്ടാണ്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1976 നവംബറിലാണ്. അപ്പോൾ എന്നാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത്? 1976
1976 നവംബറിൽ 1976 നവംബറിലാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ പദങ്ങളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. അപ്പോൾ എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. അപ്പോൾ ഈ 3 പദങ്ങളും ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ശുപാർശകൾ സമർപ്പിക്കാനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ചതാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. 1976 സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പം എന്തിനാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചത്? ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ശുപാർശകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി. 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകളെ ഉൾക്കൊള്ളുന്നതാണ് ഭാഗം 4A. അപ്പം ഭാഗം 4Aയിൽ എന്താണ് ഉൾക്കൊള്ളുന്നത്? 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകൾ ഭാഗം 4Aയിലാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 32. അപ്പം 30, 31 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ആൻസർ ഓപ്ഷൻ സി, പടയണി. അപ്പം കടമ്മനിട്ട എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കടമ്മനിട്ട സ്ഥിതി ചെയ്യുന്നത്. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം എന്ന് പറയുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് തെയ്യം പ്രചാരത്തിലുള്ളത്. പിന്നീട് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. തെക്കൻ കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപം ഏതാണ്? ഗരുഡൻ തൂക്കം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 33. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി, അയ്യ വൈകുണ്ഠസ്വാമികൾ. അപ്പം ഇനി നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം, ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ഛേദനം, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ. അപ്പോൾ ഇതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച സ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച സ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം. ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള സ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം. ഇപ്പോൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ
ഖണ്ഡനം. അപ്പോൾ എന്തൊക്കെയാണ്? വേദാധികാര നിരൂപണം, അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച സ്വാമിയുടെ കൃതിയാണ്. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള സ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഇനി ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളം. 1921 ആരംഭിച്ചത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ഇനി യജമാനൻ എന്ന മാസിക യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1939 യജമാനൻ ആരംഭിച്ചത്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ, 1939. പാണ്ടിപ്പറയൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യാസ്വാമികൾ. പാണ്ടിപ്പറയൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യാസ്വാമികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 34. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടുന്നത് ശ്രീ PJ ആൻ്റണിയാണ്. സിനിമ ഏത്? ആൻസർ ഓപ്ഷൻ സി, നിർമാല്യം. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയത് 1967 ഉത്തം കുമാറാണ്. അപ്പോൾ ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത് ആരാണ്? 1967 ഉത്തം കുമാറാണ്. രണ്ടാമതായി പുരസ്കാരം നേടിയത് അശോക് കുമാറാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയ മലയാളിയാണ് മമ്മൂട്ടി. മോഹൻലാലിന് 2 തവണ ലഭിച്ചു. മലയാളത്തിൽ നിന്നും ഓരോ തവണ ദേശീയ പുരസ്കാരം നേടിയ നടന്മാർ സുരേഷ് ഗോപി, ഭരത് ഗോപി, ബാലൻ കെ നായർ, ബാലചന്ദ്ര മേനോൻ, മുരളി, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, PJ ആൻ്റണി, പ്രേംജി. 35. അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ എ, സമുദ്രശില. സമുദ്രശില എന്ന നോവൽ എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ് സമുദ്രശില എന്ന നോവൽ എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളൊക്കെ നോക്കാം. 2011 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയ സുഭാഷ് ചന്ദ്രൻ്റെ കൃതിയാണ് മനുഷ്യന് ഒരു ആമുഖം. ഇപ്പോൾ 2011 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2014 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ നേടിയ സുഭാഷ് ചന്ദ്രൻ്റെ കൃതി ഏതാണ്? മനുഷ്യന് ഒരു ആമുഖം. 2015 വയലാർ അവാർഡും ഈ കൃതിക്ക് ലഭിച്ചു. സുഭാഷ് ചന്ദ്രൻ്റെ മറ്റ് രചനകൾ ഏതൊക്കെയാണ്? ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പറുദീസ നഷ്ടം, ബ്ലഡി മേരി, മധ്യേ ഇങ്ങനെ, കാണുന്ന നേരത്ത്, ദാസ് ക്യാപിറ്റൽ, സമുദ്രശില. ഏതൊക്കെയാണ്? ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പറുദീസ നഷ്ടം, ബ്ലഡി മേരി, മധ്യേ ഇങ്ങനെ, കാണുന്ന നേരത്ത്, ദാസ് ക്യാപിറ്റൽ, സമുദ്രശില തുടങ്ങിയവയാണ് സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. ഇനി ഉല എന്ന കൃതി എഴുതിയത് ആരാണ്? KV മോഹൻകുമാർ. KV മോഹൻകുമാറാണ് ഉല എന്ന നോവൽ എഴുതിയത്. ഇനി ആരാച്ചാർ എഴുതിയത് ആരാണ്? KR മീരയാണ്. നിങ്ങൾ എഴുതിയത് M മുകുന്ദനാണ്. അപ്പോൾ നിങ്ങൾ എന്നുള്ളത് M മുകുന്ദൻ്റെ നോവലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വെച്ചേക്കുക. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.